എൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നത് ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ടീച്ചറാണ്. അപ്പോൾ കുട്ടിക്ക് 8 മണിക്ക് വേണം അവിടെ പഞ്ച് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മൾ രാവിലത്തെ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അവിടെ താമസിക്കുന്ന നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നമ്മളവിടെ വർഷമായിട്ട് താമസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ, ഇഷ്ടപ്പെട്ടൊരു നേതാവ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിൽ നിയമപരമായിട്ടൊരു തെറ്റുമില്ലാത്തതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അവിടെ വോട്ടുണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അമ്മയെയും മക്കളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അമ്മ പ്രായമായ ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് വരവൂര് വിട്ട് വരാൻ തീരെ ഇഷ്ടമല്ല. അപ്പോൾ അമ്മ ഒരു കാരണവശാലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ തീരുമാനം മാറ്റി. ഞങ്ങൾ ഇവിടെ താമസിക്കേണ്ട, തിരിച്ച് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും ഇങ്ങോട്ട് വോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്ക് സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്യാമായിരുന്നു. കാരണം നിയമപരമായിട്ട് എനിക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ധാർമ്മികമായിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞാൻ അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട്, ഞാനൊരു ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് എന്നതുകൊണ്ട് ആ ധാർമ്മികത ഈ വോട്ടിൻ്റെ കാര്യത്തിലും വേണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നിയമം അനുശാസിച്ചിട്ട് പോലും ഞാൻ വോട്ട് ചെയ്യാതെ എൻ്റെ ആലത്തൂരിൽ പോയും അവിടെയാണ് ഞാൻ വോട്ട് ചെയ്ത് എൻ്റെ ഭാര്യയും. ഡിലീഷൻ കൊടുക്കാതിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഇത് വി ഡി സതീശനോടൊന്ന് ചോദിച്ചാൽ മതി. എന്നേക്കാൾ രാഷ്ട്രീയത്തിൽ കാര്യമല്ല, ഞാൻ താങ്കളുടെ കാര്യമാണ്. എനിക്കറിയില്ല ഇങ്ങനെയുള്ള നിയമം. നമ്മളിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വോട്ട് തൃശ്ശൂർക്ക് മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വോട്ടുണ്ടാകുമ്പോൾ അവിടെ വോട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നോക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് വോട്ട്. പക്ഷേ ഞാൻ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്നെ 1-2 പേര് വിളിച്ചിട്ട് നിങ്ങൾ എന്തിനുകൊണ്ട് വോട്ട്, എത്ര പേർക്ക് അറിയാം ഇവിടുത്തെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും? എനിക്കറിയില്ലായിരുന്നു. ആ ഒരു തെറ്റാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ. ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല? അറിയില്ല, എനിക്കറിയില്ല സത്യസന്ധമായി പറഞ്ഞാൽ. അതിപ്പോൾ ഞാനത് ആലോചിക്കുന്നു. ഇനിയിപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യും. ഈ ഇവിടുത്തെ ഫ്ലാറ്റിൽ ഇപ്പോഴും താമസമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ഞാൻ വേണ്ടാന്ന് വെച്ചു. എത്ര നാൾ ഇവിടെ താമസിച്ചു? 2 വർഷത്തോളം ഞാനിവിടെ താമസിച്ചു. ഈ ഇലക്ഷൻ്റെ സമയത്തും ഇവിടെ താമസമായിരുന്നു? അതെ. ഒരു 2023 എനിക്ക് തോന്നുന്നു ജനുവരി മറ്റാണ് അവിടെ താമസിക്കും. ഈ തൈക്കാട്ടുശ്ശേരിയിലാണ് ജോലി. അപ്പം ഈ എന്തുകൊണ്ടാണ് പൂങ്കുന്നത്ത് വന്ന് ഫ്ലാറ്റ് എടുക്കാൻ കാരണം? തൈക്കാട്ടുശ്ശേരിയിൽ സ്ഥലം എനിക്ക് ഏറ്റവും പെട്ടെന്ന് ലഭ്യമാവുന്നതും ഏറ്റവും വില കുറച്ച് കിട്ടുന്നതുമായിട്ടുള്ള സ്ഥലത്തല്ലേ ഞാൻ ചൂസ് ചെയ്യുക. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല. പൂങ്കുന്നത്ത് നിന്ന് തൈക്കാട്ടുശ്ശേരിയിലേക്ക് പോകാൻ യാത്ര അത്ര എളുപ്പമല്ല. കാരണം 2 ബസ്സൊക്കെ കയറി, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന സാമ്പത്തികം ഒക്കെ നമ്മൾ നോക്കുമല്ലോ. നമ്മളുടെ സാമ്പത്തിക സാധ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണമല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ സ്ഥലം ചൂസ് ചെയ്തു മാത്രം. പിന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അവിടെ. ഇപ്പോൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ വലിയ BJPയുടെ നേതാവ് എന്നൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് ഇന്നലെ മുതൽ. ഒരു ബൂത്ത് പ്രസിഡന്റ് പോലുമല്ല ഞാൻ, മനസ്സിലായോ? ഇന്നലത്തെ ഉള്ള പ്രചരണം ഞാൻ BJPയുടെ സമുന്നതനായ, എനിക്ക് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഇല്ല ജീവിതത്തിൽ. ഇന്നേവരെ അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ ഞാൻ ഇറങ്ങിയിട്ടുമില്ല, താല്പര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തെങ്കിൽ നിയമം അനുശാസിക്കുന്നു വോട്ട് ചെയ്യാൻ എന്നൊക്കെ ചെയ്തൂടെ? എന്തേ ഞാൻ ചെയ്തില്ല? ധാർമ്മികമായിട്ട് ശരിയല്ല. ഞാൻ ആ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യണ്ടേ? എന്ത് വിവാദം? എൻ്റെ കാര്യത്തിലൊരു വിവാദവും ഇല്ല. എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. 100 പേരൊന്നും അംഗമായിട്ടുള്ള റൂമോ ഫ്ലാറ്റോ അല്ല എൻ്റെ. ഞാനും എൻ്റെ ഭാര്യയും മാത്രമുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്യാൻ വന്ന ആരൊക്കെ തടുക്കാൻ പറ്റുക? നിയമപ്രകാരം എനിക്ക് മുഴുവൻ റൈറ്റും ഉണ്ടെന്നിരിക്കെ എന്നെ ആർക്ക് തടുക്കാൻ പറ്റും? എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയണ്ടോ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം? ഞാനൊരു BJP അനുഭാവിയും വോട്ടറുമാണ്. ഞാൻ BJPക്കാരനാണ്, നേതാവല്ലെന്നുള്ളൂ. അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് വോട്ട് ചെയ്യാതിരിക്കുന്നത്? കാരണം ധാർമ്മികമായിട്ട് അത് ശരിയല്ല. എൻ്റെ അമ്മ വരാൻ തയ്യാറായിരുന്നെങ്കിൽ
ഞാൻ ഇവിടെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. അല്ല, ഇപ്പം സ്വാഭാവികമായും വരവൂരിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന പൊങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും എത്രത്തോളം ദൂരം കുറവാണെന്നുള്ള, അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് സ്ഥലത്തും ഇപ്പം അമ്മയെ അവിടെ വോട്ട് ചെയ്യിപ്പിച്ച ശേഷം താങ്കളുടെ ആഗ്രഹപ്രകാരം വേണമെങ്കിൽ താമസം പൊങ്കുന്നത്തേക്ക് വരണ്ടേ? താമസം ഇവിടെ ആണെങ്കിൽ ഇലക്ഷന് മുമ്പ് താമസം മാറിയിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയും ഇങ്ങോട്ട് മാറി. താമസം ജനുവരി മുതൽ ഞാൻ പറഞ്ഞില്ലേ 2023 മുതലുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ജനുവരിയിലായിരുന്നു ഇതിന്റെ ഒരു കരട് ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾ താമസം മാറിയ സ്ഥിതിക്ക് ഇങ്ങോട്ട് വിട്ട് മാറ്റിയ താങ്കൾ എന്തുകൊണ്ട് അപ്പോൾ ഈ കരടില്ലാതെ ഒഴിവാക്കാൻ പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ വോട്ടുണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ മാറ്റി, സ്വാഭാവികമായി മാറ്റി. ഒരു വോട്ട് അല്ല, എന്റെ ഒരു സംശയം ഇതാണ്. അതായത് സ്വാഭാവികമായി ഇങ്ങോട്ട് ഒരു വോട്ട് മാറ്റി തൃശ്ശൂരിലേക്ക്. അപ്പൊ പിന്നെ ഈ ആലത്തൂരിൽ നിന്ന് ആ വോട്ട് മാറിയെന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. അതെ. അപ്പൊ പിന്നെ വീണ്ടും ആലത്തൂർ എങ്ങനെ വോട്ട് ചെയ്തു? അല്ല, ഞാൻ പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ ധാരണ എന്താ, ഒരു വോട്ട് ചേർക്കുമ്പോൾ മറ്റേ വോട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ധാരണ. നോക്കുന്ന സമയത്ത് രണ്ട് സ്ഥലത്തുണ്ട്. എനിക്ക് നിങ്ങളൊക്കെ ഈ വിവാദത്തിൻ്റെ കാരണം എന്താ? സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി സംഘടിതമായി വോട്ട് ചെയ്തതിൽ ഷാജി വരവൂർ പ്രധാനപ്പെട്ട ആളാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് തല പോണ കാര്യം നോക്കിയിട്ട് വോട്ട് ചെയ്യില്ല വേണ്ടത്. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത്രയും പരിശ്രമിച്ചെങ്കിൽ വോട്ട് ചെയ്യാൻ. എനിക്ക് വോട്ട് എന്നെ പിടിച്ചു മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. 8D ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ വോട്ടർമാരായിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല വെച്ചാൽ എൻ്റെ ധാർമ്മികത ശരിയല്ല. രണ്ടുപേരും ചെയ്തിട്ടില്ല? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെയ്തത്. ഇവിടെ പേര് മാറ്റാൻ വേണ്ടി എന്ത് ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തത്? നമ്മുടെ വോട്ടർ ID. അതെല്ലാം ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്യാതെ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ കുമാറിന് ഏതാണ്ട് തോറ്റയിൽ വട്ട് പിടിച്ചിരിക്കണം. പാർട്ടിയുടെ ആൾക്കാരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിന് നെല്ലിക്കതളം വയ്ക്കണം. മനസ്സിലായോ? എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഫോട്ടോയും ഇതും വെച്ചിട്ട് ഇത്രയധികം എന്താ പറയുക, എന്നെ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിൽ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് വരവുകാരോടെയും അന്വേഷിക്കണ്ടേ? ഞാൻ വരവൂരിൽ സ്ഥിരമായിട്ടില്ല എന്നുള്ളത് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കൊക്കെ അറിയാമല്ലോ. എന്നോട് പല നേതാക്കന്മാരും ചോദിക്കാറുണ്ട്, ഇത് എന്താ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഇല്ലെങ്കിൽ എപ്പോഴും ഇവിടെ കാണാറുണ്ടല്ലോ. ഞാൻ സത്യത്തിൽ വരവൂരില്ല. അങ്ങനെയുള്ള വരവൂരിലെ ഏതെങ്കിലും ഒരു നേതാവിനോട്, എൻ്റെ ബന്ധുക്കളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അറിയാലോ ഞാൻ ഷാജി അത്ര ആക്റ്റീവാണോ, സജീവമാണോ, ഷാജിയുടെ ഭാര്യയ്ക്ക് എവിടെ ജോലി, ഷാജി എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? ഈ സുനിൽകുമാറിന് ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയെ, എന്നെ പോട്ടെ എൻ്റെ ഭാര്യയെയും ചേർത്തിട്ട് കള്ളന്മാർ എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്ന അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും കണ്ടാൽ സംശയമായിരിക്കും ഇത് കള്ള വോട്ടറാണോ. അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഈ രാഷ്ട്രീയ രംഗത്തില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് BJP നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാധ്യമങ്ങളോടുള്ള എനിക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ന് രാവിലെയും ഇന്നലെയും എന്നെക്കുറിച്ചിട്ടുള്ള മോശം, അത് എന്നെക്കുറിച്ച് പോട്ടെ, എൻ്റെ ഭാര്യയെയും കുറിച്ചിട്ടുള്ള ഫോട്ടോയും ആരോപണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാഗം ഇപ്പോഴല്ല കേൾക്കേണ്ടിണ്ടായിരുന്നു, തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ആ ന്യൂസിനൊപ്പം തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോഴല്ലേ എൻ്റെ സിൻസിയറിറ്റി ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. ഇത് എന്നെ ഓരോ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും കണ്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്താ ഞാൻ ഇത്തരം വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ കുറേ ശിഷ്യന്മാർ എന്നെ വിളിച്ചിട്ട് എന്താ സാറേ ഇങ്ങനെയെന്ന്. ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്ത് വില കൊടുത്തും വോട്ട് ചെയ്യണ്ടേ? തല പോയാലും ഞാൻ വോട്ട് ചെയ്യണ്ടേ? ഞാൻ അത്തരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നതല്ല. ഒരാഗ്രഹം സുരേഷ് ഗോപിക്ക്, പക്ഷേ ധാർമ്മികമായിട്ട് ശരിയല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്തില്ല. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ അമ്മ തയ്യാറായില്ല വരാൻ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ നിങ്ങൾ ഈ ഭാഗ്യവശാൽ എനിക്ക് അന്ന് അങ്ങനെ തോന്നി, ഞാനെങ്ങാനും വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഭയങ്കരമായ, എൻ്റെ അമ്മ വരാൻ തയ്യാറാവാതിരുന്നത് ഞാൻ ഉപാസിക്കുന്ന ദേവികളുടെ കടാക്ഷം എന്നാണ് ഞാൻ പോയി ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയാവുമായിരുന്നു. പിന്നെ 2 വോട്ടിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു, എന്നേക്കാൾ കൂടുതൽ ഈ 2 വോട്ട് പാടില്ല എന്നുള്ളത് VD സതീശന് അറിയില്ലേ? VD സതീശന് 2 വോട്ടുണ്ടല്ലോ 2 സ്ഥലത്ത്. എന്തായാലും ഇന്നെ ജയിലാക്കാൻ നോക്കി എൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ കൂടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്. VD സതീശെങ്കിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം VD സതീശനില്ലേ? എന്താ അദ്ദേഹം മാറ്റാഞ്ഞ്? ഞാനിപ്പോൾ പൊതുരംഗത്തുള്ള ആളൊന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ വോട്ടും ഞാൻ എൻ്റെ ചേലക്കര നിയോജകമണ്ഡലത്തിൽ ആലത്തൂരേ ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണമാണ് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങോട്ട് മാറ്റാൻ നോക്കിയത്. അതിൽ നിയമം മാത്രം ശരിയായാൽ പോരാ എന്നെനിക്ക് നിർബന്ധമുണ്ട്.
ധാർമ്മികത കൂടി ശരിയാവണം. എൻ്റെ അമ്മ വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ ചോദ്യത്തിൻ്റെ മുന്നിൽ വല്ലാതെ പ്രതിസന്ധിയിലായി പോയേനെ.